ഞാൻ നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞു ഞാൻ ഇങ്ങനെ തനിച്ച് നിന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ബാക്കിൽ നിന്ന് പേടിപ്പിക്കരുതെന്ന്. പേടിപ്പിച്ചതല്ല, സ്നേഹം കൊണ്ട് വിളിച്ചതാ. സ്നേഹം കൊണ്ട് ഇങ്ങനെയാ വിളിക്കുന്നത്? നിനക്കെന്തോടി എപ്പോഴും എന്നെ കാണുമ്പോൾ ഒരു വഴക്കിടാനുള്ള ഒരു തോന്നും, പിണക്കവും ഇല്ല. എനിക്ക് അങ്ങനെ ആരോടും ഒരു ദേഷ്യവും വഴക്കൊന്നുമില്ല. ഉറപ്പാണോ? ഞാൻ പറഞ്ഞോ നിങ്ങളോട് എനിക്ക് ദേഷ്യം ഉണ്ടെന്ന്? അല്ല, നിന്റെ സംസാരം കേട്ടപ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. അല്ല പൊടിയല്ലേ? എന്നാ നിങ്ങൾ തുടക്ക്. അലർജി ഉള്ളല്ലേ, തുമ്മും. അപ്പൊ എനിക്ക് അലർജി ഒന്നുമില്ല. ഞാനേ ഇങ്ങനെ ഇരുന്നപ്പോഴേ. എങ്ങനെ ഇരുന്നപ്പോ? അല്ല, ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോ. വെറുതെ ഇരുന്നപ്പോ നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് പണ്ടൊരു ഐസ്ക്രീം പാർലറൊക്കെ പോയില്ലേ, അതിനെപ്പറ്റി ഇങ്ങനെ ആലോചിക്കായിരുന്നു. എന്ത് രസമായിരുന്നു അല്ലേ? അതെയാ, നല്ല രസമായിരുന്നു. അതിനെന്താ വേണ്ട ഇപ്പൊ? ഒന്നുമില്ല, അതിങ്ങനെ ഓർത്തു, പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തു, അത്രേ ഉള്ളൂ. പക്ഷെ അത് ഞാൻ മറക്കുന്നുണ്ടായിട്ടില്ല, ഓർത്ത് വെച്ചിട്ടുണ്ട്. ഡേറ്റ് എഴുതി വെച്ചായിരുന്നു. എന്താ കാരണം എന്നറിയോ? നിങ്ങൾ ആദ്യമായിട്ടോ അവസാനമായിട്ടോ എന്നെ ഐസ്ക്രീം പാർലറിൽ കൊണ്ടുപോയത് അന്നായിരുന്നു. അതുകൊണ്ട് ഞാനത് ഒരിക്കലും മറക്കത്തില്ല. അതൊക്കെ പിന്നെ പറഞ്ഞ പോലെ എനിക്ക് ഓരോ തിരക്ക് വന്നുകൊണ്ടല്ലേ. ഈ ജോലി കച്ചവടം, സ്ഥലക്കച്ചവടം ഒക്കെ ആയിട്ട് ഓടി നടന്നുകൊണ്ടല്ലേ പിന്നെ നമുക്ക് പോകാൻ പറ്റാതിരുന്നത്. സെക്കൻഡിനും മിനിറ്റിനെല്ലാം ഭയങ്കര വിലയുള്ള ആളായിരുന്നല്ലേ നിങ്ങൾ? അത് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അയ്യോ, ആകെ വിട്ടുകള. പിന്നീട് നമ്മൾ ഈ ബീച്ചിൽ പോയ ഓർമ്മയുണ്ട? അത് ഞാൻ ഓർക്കുന്നുണ്ട്. കടലിങ്ങനെ വിശാലമായിട്ട് മുന്നിൽ ഇങ്ങനെ പരന്ന് നിൽക്കുന്നത് നല്ല കാഴ്ചയായിരുന്നു. പക്ഷെ ആ തിരമാല ഇങ്ങനെ വന്നപ്പോഴുണ്ടല്ലോ, കാല് കുത്താൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അല്ല, നിങ്ങൾ അമ്മയ്ക്ക് വയറുവേദനയാന്ന് പറഞ്ഞിട്ട് ആളെ വിട്ടത് ഓർക്കുന്നുണ്ടോ? അത് പിന്നെ അമ്മയ്ക്കൊന്ന് ഗ്യാസ് ആയിട്ട് ഭയങ്കര വയറുവേദനയായിട്ട് കുഴപ്പമായി പോയില്ലേ? അങ്ങനെ ഓരോ കാരണങ്ങൾ നിങ്ങൾ അമ്മയ്ക്ക് എപ്പോഴും ഉണ്ടാവും. എന്റെ പ്രകാശ, അന്നത്തെ പോലെ ഇപ്പോഴും ഗ്യാസ്. എടാ, ഈ ഗ്യാസിന് വല്ല മരുന്ന് ഇരിപ്പുണ്ടോ മോനെ? എന്റെ മരുന്നൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ ഇത് ഗ്യാസിന്റെ ഒന്നും അല്ല. സമയവും കാലവും ഒന്നും നോക്കാതെ ഉമ്മ വലിച്ചു വാരി തിന്നേന്റെയാ. ദഹിക്കാത്തതാ. ഒരു കഷ്ണം ഇഞ്ചി എടുത്ത് മാറും. ഇഞ്ചിയൊന്നും ഇല്ല. എടാ, ഗ്യാസും അല്ലാത്തതൊക്കെ എനിക്ക് തിരിച്ചറിയാം. നീ ഗുളിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് എടുക്ക്. എടാ, വയറ് കമ്പിക്കുന്ന ഇഞ്ചിയില്ലേ? കുഴപ്പമുണ്ടോ? എനിക്ക് വയ്യാഞ്ഞിട്ടാ ഞാൻ ചോദിച്ചത്. തരാങ്ങിത്താ കൊടുക്കടി. ഇഞ്ചി ഇഞ്ചി ഇല്ലമ്മേ, സത്യമായിട്ടും ഇല്ലാത്തത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. ഉണ്ടെങ്കിൽ കഷ്ണം തരുന്നതിന്. വെളുത്തുള്ളി ഗ്യാസിന് പറ്റത്തില്ല. എടാ, നിന്റെ പെണ്ണുമ്പളെ പറയുന്നത് കേട്ടോ. ഉള്ളതല്ലേ അമ്മേ പറഞ്ഞ, വെളുത്തുള്ളി ഗ്യാസിന് പറ്റത്തില്ല എന്നല്ലേ പറഞ്ഞേ? എടാ, ഇപ്പൊ പോയി പോയിട്ടൊന്നുമില്ല, പിടിച്ചു നിർത്തിയിരിക്കുക. അതുകൊണ്ടാ ഭയങ്കര ബുദ്ധിമുട്ടാണ് നെഞ്ചിനകത്ത്. ഓ, അങ്ങനെയൊക്കെ പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ ഉണ്ടല്ലേ അമ്മയ്ക്ക്? പിടിച്ചു നിർത്താനുള്ള കഴിവൊക്കെ എനിക്കുണ്ട് കേട്ടാ. ഡി, നിന്റെ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതിന് മാറ്റം വരുത്തണം. അതൊക്കെ മാറ്റം വരുത്താം. എങ്ങനെയാ മാറ്റം വരുത്തണ്ട പറഞ്ഞു? എനിക്ക് പണിയൊന്നും എടുക്കാൻ കഴിയില്ല. അല്ല, അമ്മയുടെ ജോലി മാത്രം ചെയ്താൽ മതി, നമ്മുടെ ജോലിയൊന്നും അമ്മ ചെയ്യണ്ട. നിന്റെ അമ്മൂമ്മോട് എന്ന് പറ ജോലി ചെയ്യാൻ. മരിച്ചുപോയ അമ്മൂമ്മയോട് പറയുന്നതിലും നല്ലത് അമ്മയോട് പറയുന്നതല്ലേ നല്ലത്? അതെ, അതാ നല്ലത്. എടാ, ഈ ടൈം ടേബിളിന് ഒരു സൊല്യൂഷൻ നീ കണ്ടെത്തണം. അതിന് സൊല്യൂഷൻ കണ്ടെത്താനല്ല ഞാൻ ഇവിടെ വന്ന് ഇവളോട് ഇങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ. ഇതിനിടെ അമ്മയോട് വലിയ വരാൻ പറഞ്ഞു. ടൈം ടേബിളിന് അങ്ങനെ പ്രത്യേകിച്ച് സൊല്യൂഷൻ ഒന്നും ഉണ്ടാവില്ല അമ്മ. അമ്മയുടെ മോന്റെ കാര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും എല്ലാം സൊല്യൂഷൻ കിട്ടും. കണ്ടോടാ, നേരത്തെ എനിക്ക് പുറം ചോർച്ചിലാണ്, ഇപ്പൊ ഗ്യാസും കയറി തുമ്മലും പിടിപ്പിച്ചു. നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. ഞാൻ ഇടപെട്ട് കഴിഞ്ഞാൽ അതിനിടെ കൂടെ ഇക്കളും തുടങ്ങിയ എല്ലായി. അടുക്കള ബീച്ചിൽ വെള്ളം എടുത്തുകൂടി. എന്നെ കുടിപ്പിക്കരുത് കേട്ടോ. അത് അവളെ വെള്ളം കുടിപ്പിക്കും. നിങ്ങൾ തമ്മിൽ എന്താന്ന് വെച്ചാൽ അയക്കോ. ഞാൻ ഇടപെടുന്നില്ലേ. നമ്മളിടപെട്ടാലോ കുഴപ്പം. തുമ്മ മനസ്സില്ല എനിക്ക്.